ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയാതെ വയ്യ. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ഒരു നിരീക്ഷണം നടത്തിയത്. കുറ്റകൃത്യങ്ങൾക്ക് ജയിലിൽ കിടക്കുന്ന ആളുകൾ അപേക്ഷ നൽകിയില്ലെങ്കിലും അവർക്ക് ഇളവിനുള്ള പരിഗണന ലഭിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് പരിഗണിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. കേൾക്കുമ്പോൾ അതിൻ്റെ ഫിലോസഫിയും അതിൻ്റെ മാനവികതയും ഒക്കെ മനോഹരമായി തോന്നും. ഈ നിർദ്ദേശങ്ങളുടെ ചുവട് പിടിച്ച് ഓരോ സംസ്ഥാനങ്ങളിലും തങ്ങൾക്ക് താൽപ്പര്യമുള്ള രാഷ്ട്രീയ ഗുണ്ടകളെയും അതുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെയും തിരഞ്ഞു പിടിച്ച് ഇളവ് നൽകുകയും പുറത്തിറക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ പുറത്തിറക്കുന്നവരിൽ കുറേ പേരൊക്കെ ശരിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുമായിരിക്കാം. എന്നാൽ മറ്റു കുറേ പേർ ഈ കുറ്റകൃത്യങ്ങൾ അതേപടി ആവർത്തിക്കുകയും ചെയ്യും. ഇത്തരമൊരു ചാൻസ് എടുക്കാൻ, ഇത്തരമൊരു റിസ്ക് എടുക്കാൻ ഈ നിയമവ്യവസ്ഥ അനുവദിക്കുന്നത് എത്രമേൽ ക്രൂരമാണ് എന്നുള്ളത് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു സംഭവം. ഭോപ്പാൽ ഹൈക്കോടതി ഒരു പ്രതിയുടെ വധശിക്ഷ റദ്ദാക്കുന്നു. ഏത് പ്രതിയുടേതാണ്? 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ 2003 ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളിൻ്റെ വധശിക്ഷയാണ് റദ്ദാക്കുന്നത്. അത് റദ്ദാക്കി പുറത്തിറങ്ങിയ ഇവൻ 11 വയസ്സുള്ള ഊമയായ മറ്റൊരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ വീണ്ടും അറസ്റ്റിലായി. ഇതിനു മുമ്പ് പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളെ ഇതുപോലെ ചെയ്തതിനും ഇവൻ പ്രതിയായിരുന്നു. ഈ 5 വയസ്സുകാരിയെ 2003 ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തതിന് ആ വാക്കുപോലും ഉപയോഗിക്കുന്നത് വേദനയുണ്ടാക്കുന്നതാണ്, നൊമ്പരമുണ്ടാക്കുന്നതാണ്. വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അത് റദ്ദാക്കി 10 വർഷമാക്കി കുറച്ചു കൊടുത്തു നമ്മുടെ മധ്യപ്രദേശ് ഹൈക്കോടതി. വീണ്ടും 2013 ഇവൻ പുറത്തിറങ്ങി. 2014 വീണ്ടും ഈ കുറ്റകൃത്യം നടത്തുന്നത്. ഈ കുറ്റകൃത്യം ചെയ്ത് കുഞ്ഞുങ്ങളെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചു പോകുന്ന ശീലമുള്ള ഇവൻ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ 5ഓളം കുഞ്ഞുങ്ങളെ ഈ ക്രൂരകൃത്യത്തിന് വിധേയമാക്കിയ നരാധമനാണ്. ഇവനെയൊക്കെ എന്ത് വ്യതിയാനമുണ്ടാക്കാൻ വേണ്ടിയാണ് തീറ്റിപ്പോറ്റുന്നത്? എന്ത് വ്യതിയാനമുണ്ടാക്കാൻ വേണ്ടിയാണ് ഇവനെയൊക്കെ പുറത്തുവിടുന്നത്? സത്യത്തിൽ അക്ഷരക്കൂട്ടങ്ങളിൽ അച്ചടിച്ചു വച്ചിരിക്കുന്ന നിയമപുസ്തകത്തിൻ്റെയും തത്വചിന്തയുടെയും താളുകൾ മറിച്ച് നോക്കി അതിനനുസരിച്ച് വിധി പ്രസ്താവിക്കുന്നതിന് പകരം ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന കുറ്റകൃത്യങ്ങളും അതനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യരുടെയും വേദനയല്ലേ പരിഗണിക്കേണ്ടത്? ഇവനെയൊക്കെ ഇനിയും പുറത്തുവിട്ടാൽ ഈ ഇരയാക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് എന്തു ചെയ്യാൻ കഴിയും? നിശബ്ദമായി പ്രാർത്ഥിക്കുകയല്ലാതെ. ഇവനെയൊക്കെ പരസ്യമായി തലവെട്ടിക്കളഞ്ഞ് സമൂഹത്തിൽ നീതി നടപ്പിലാക്കുകയും കൃത്യമായ സന്ദേശം നൽകുകയും ചെയ്യേണ്ടതല്ലേ എന്ന് തോന്നിപ്പോവും. അപ്പോഴും മനുഷ്യാവകാശവും മനുഷ്യൻ്റെ സംഗതികളുമൊക്കെ പറഞ്ഞ് ചില്ലുമേടയിലിരുന്ന് ജീവിക്കുന്ന കുറച്ച് മാനവികതയുടെ അടിത്തട്ടും അടിക്കാമ്പുമൊക്കെ നക്കിയും ഊറിയും എടുക്കുന്നതെന്ന് പറയുന്ന കുറച്ച് ബുദ്ധിജീവികൾ രംഗത്ത് വരുമെന്നുള്ളതാണ് ഒരു ഗതികേട്, വല്ലാത്ത ഗതികേട്.